സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാട്ട് പാടിയതിൻ്റെ പേരിൽ ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു ബാൻഡിനെ വലിയ രീതിയിൽ വരച്ച് കാണിച്ചുകൊണ്ട്, വൃത്തികെട്ട രീതിയിൽ വരച്ച് കാണിച്ചുകൊണ്ട് അവർ ഈ സമൂഹത്തിന് ഉതകുന്നത് ഒന്നും ചെയ്യുന്നില്ല, സമൂഹത്തിലുള്ള ജനങ്ങൾക്കിടയിൽ അതായത് ഹിന്ദുക്കളെ വൃത്തികെട്ട രീതിയിലാക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദു ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ക്രിസ്തീയ ഗാനം പാടിക്കൊണ്ട് ഹിന്ദുക്കളാൽ വളർന്നു വന്ന ഒരു ബാൻഡ് അല്ലെ ഹിന്ദുക്കളാൽ വളർന്നു വന്ന കുറച്ച് കലാകാരന്മാർ ഹിന്ദുത്വത്തെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാനായിട്ട് നിൽക്കുന്ന മൂത്ത സംഘിണിയായിട്ടുള്ള KP ശശികല, സ്വയമേ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശശികല ടീച്ചർ, ഇവർ വന്നിട്ട് രംഗത്തേക്ക് വന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടി ഇവർ തുറന്നടിക്കുന്ന വർഗീയത, ജാതീയത, അങ്ങനെയുള്ള വൃത്തികെട്ട തോന്നിവാസങ്ങളും തന്തയ്ക്ക് പ്രകാരികയും എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ പലപ്പോഴും അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ ഉള്ളിലുള്ള ഈ പറയുന്ന മത വികാരം എന്താണെന്നും ഇവരുടെ ഉള്ളിലുള്ള മത തീവ്രത എത്രത്തോളമാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വേടൻ്റെ വിഷയം എന്തിനേറെ പറയുന്നു, വേടൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ മതം, ഇവരുടെ ഉള്ളിലുള്ള ജാതീയത, ഇതൊക്കെ എത്രത്തോളം പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളത് നമ്മൾ വേടൻ്റെ വിഷയത്തിൽ കണ്ടു. അതായത് വേടനെ പോലെ ഇങ്ങനെ ഒരു ദളിത് വിഭാഗത്തിൽ നിന്ന് വന്നവൻ, അല്ലെങ്കിൽ വേടനെ പോലെ അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ഒരു സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നവൻ പാടേണ്ട ഒരു പാട്ടാണോ റാപ്പ് എന്നാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ചോദിച്ചത്. അതായത് ഇവരുടെ ഉള്ളിലൊരു ശ്രേണി, അതായത് മുൻപേ ഉള്ളൊരു ശ്രേണി, നമ്മൾ പഠിക്കുന്ന സമയങ്ങളിലുള്ളൊരു ശ്രേണിയുണ്ട്. അതായത് ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദളിതർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ദളിതർ എന്ന് പറയുന്ന ആളുകൾ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളാണ്. അതായത് തൊട്ടുകൂടാത്തവർ, അതായത് തൊട്ടുകൂടായ്മയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, അതായത് ഒരു കണ്ണത്താ ദൂരത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി മറഞ്ഞോണം, കണ്ണിൽ പെടാൻ പാടില്ല ജന്മികളുടെ പണ്ടത്തെ കാലത്തുള്ള ഒരു ആചാര സമ്പ്രദായങ്ങളൊക്കെ ആയിരുന്നു. അതേ സാധനം തന്നെ ഈ നാട്ടിൽ ഇനിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമിതമായിട്ട് വാദിക്കുന്ന തീവ്രവാദികൾ, അതായത് തീവ്രമായിട്ട് വാദിക്കുന്ന മതവാദികളാണ് ഈ പറഞ്ഞ ശശികല അടക്കമുള്ള ആളുകൾ. ഇവരുടെയൊക്കെ വിചാരം ഹിന്ദുക്കളെല്ലാവരും ഇവരുടെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം എഴുതി കൊടുത്തിരിക്കുകയാണെന്നാണ്. സ്വന്തം തന്തയും തള്ളയും പറഞ്ഞു വിടുന്നതിൻ്റെ കുഴപ്പമാണ്. അതായത് നേരാമണ്ണം പറഞ്ഞ് പഠിപ്പിക്കാതെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ശശികലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചതാണ്. ശശികല എന്താണ് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് മതം ഇളകിയ ശശികല എന്താണ് പറഞ്ഞതെന്നുള്ളൊരു വീഡിയോ ഞാനിന്ന് കാണാനിടയുണ്ടായി. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങളെ കാണിച്ചതിന് ശേഷം ആ നന്ദഗോവിന്ദം ഭജൻസ് എന്താണ് പാടിയതെന്നും അല്ലെങ്കിൽ നന്ദഗോവിന്ദം ഭജൻസിന് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് പല ആളുകളും പല കലാകാരന്മാരും രംഗത്തേക്ക് വന്നിട്ടുണ്ട്, അവരൊക്കെ എന്താണ് പറയുന്നതെന്നുള്ളതും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നേരെ ശശികലയുടെ മെഴുകൾ കണ്ടു നോക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാപികളെ എന്ന് വിളിച്ചത് ഹിന്ദുക്കളെ. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനങ്ങളോട് അലർജിയില്ല. എനിക്ക് മാപ്പിളപ്പാട്ട് ഇഷ്ടമാണ്, ക്രിസ്തീയ ഗാനങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും എൻ്റെ ക്ഷേത്രങ്ങളിൽ വേണ്ട. അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദുക്കളുടെ പാട്ടും പാടേണ്ട എന്നുള്ള ധാർഷ്ട്യമാണ് ശശികല കാണിക്കുന്നത്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. അവരെല്ലാ പാട്ടുകളും ആസ്വദിക്കുന്നയാളാണ് ഞാൻ. പക്ഷെ ഒരു ക്ഷേത്രത്തിനകത്ത് മറ്റൊരു ഭക്തിഗാനം, അതേപോലെ തന്നെ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനവും വേണ്ട. അതിനൊക്കെ കുറിക്കുന്നത് കുറിക്കല്യാണത്തിന് ഇന്നത് മേശ വലിച്ചിട്ടിട്ട് ഉത്സവ സമയത്ത് അവിടെ നിന്നുകൊണ്ട് സുവിശേഷം നടത്തിയിരുന്ന കാലമുണ്ട്. പാപികളേന്ന് നീട്ടി വിളിച്ച്, ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെയല്ല, ഹിന്ദുക്കളെയാണ് വിളിച്ചത്. പാപികളേന്ന് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞത് സംഘികൾ പോകുന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കൾ. അപ്പൊ ഇതൊക്കെ ഒരു കാലത്ത് ക്ഷേത്രം ശ്രദ്ധിക്കാൻ ആളില്ലാത്ത കാലത്ത് നടന്നുണ്ട്. എനിക്ക് ക്രിസ്തീയ ഭക്തിഗാനമൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല ട്യൂണിൽ പാടുന്ന എല്ലാ ക്രിസ്തീയ ഭക്തിഗാനും എനിക്കിഷ്ടം, മാപ്പിളപ്പാട്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ക്ഷേത്രത്തിലല്ല, അത് പൊതുസ്ഥലത്താവട്ടെ, അവരുടെ വേദികളിലാകട്ടെ, അവർ കാസറ്റ് ആക്കിയിട്ട് നമ്മളൊക്കെ കേൾക്കാം. ഒന്നിനോട് ഒരു തരത്തിലുള്ള അലർജി ഇല്ല. അമ്പലങ്ങളിൽ ഒരു പരമപവിത്ര മതാമി മണ്ണെന്ന് രാഷ്ട്രത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം പാടിയ അപ്പൊ പോയില്ലേ ഇവരുടെയൊക്കെ സഹിഷ്ണുത? അതോടുകൂടി കഴിഞ്ഞില്ലേ? കണ്ടില്ലേ, ഇതിൽ കുറച്ചധികം ഭാഗങ്ങളുണ്ട്. ഞാൻ അതിലെല്ലാം നിങ്ങളെ കാണിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഈ സാമാന്യത്തിൻ്റെ മുഖം കാണുന്നത്, ഇവരുടെ ശബ്ദം കേൾക്കുന്നതും അലർജിയാണെന്നുള്ളത്. ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ, ഈ നാട്ടിലെ എല്ലാ ആളുകളും മതേതരരായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ ഇത്. ഒരാളുടെയും മനസ്സിൽ ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള നിറമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ആളുകളും അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായത്തോടു കൂടി, അല്ല മനോഭാവത്തോടു കൂടി അവർ സഹാനുഭൂതിയുള്ള ആളുകളായിട്ട് ജീവിച്ചു വരികയാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഞങ്ങളുടെ ഹിന്ദുക്കളെ അപകീർത്തികരമാം വിധം വലിച്ചു കീറാനായിട്ട് ചില ആളുകൾ, ചില സംഘടനകൾ വരുന്നു. അതിനുവേണ്ടി സംസാരിക്കാനായിട്ട് നമുക്കിവിടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയാണ് ഈ
പറയുന്ന ഹിന്ദു ഐക്യവേദി. ആ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ഷേത്രത്തിൽ, അതായത് പണ്ട് ക്ഷേത്രങ്ങളെപ്പറ്റി ശ്രദ്ധിക്കാൻ ആളുകളില്ലാതിരുന്ന സമയത്ത് പല ആളുകളും പലതും ചെയ്തിട്ടുണ്ട്. അതായത് ക്ഷേത്രാങ്കണത്തിൽ വന്നുകൊണ്ട് സുവിശേഷം പറയുന്നു, അതേപോലെ തന്നെ പള്ളികളിൽ ഹിന്ദുക്കളുടെ പാട്ട് പാടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാനിവിടെ വന്നതിന് ശേഷം ഇതൊന്നും വേണ്ട. അതല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അല്ല ഇതാരാണ് ഈ ഞാൻ? ഈ ശശികല ആരാണ്? ശശികല, നിനക്ക് ആരാണ് ഈ അധികാരം തന്നിരിക്കുന്നത്? ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് നീയെന്ന്. ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടുകയുണ്ടായി. അതായത് ഈ പള്ളികളിൽ പോയിട്ട് ഹിന്ദു ഭക്തിഗാനം പാടാനായിട്ട് നമുക്ക് കഴിയുമോ? നിനക്ക് എന്തൊക്കെ അറിയാം? അല്ലെങ്കിൽ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുമാതിരി ക്രിസംഗിയോ അല്ലെങ്കിൽ മുസംഗിയോ ഒക്കെ ആയിക്കൊണ്ട് ചില ആളുകൾ കമൻറ്റ് ഇടുകയുണ്ടായി. നല്ലൊരു മനുഷ്യരുടെ അടുത്തില്ല ഇങ്ങനെ ഈ തോന്നിവാസങ്ങൾ ഇങ്ങനെ മനസ്സിലുള്ള സംഘികളോട് വലിയ സഹാനുഭൂതിയുള്ള അവരുടെ മക്കളായിട്ടുള്ള അവരുടെ ഭ്രഷ്ടം താങ്ങുന്ന ആളുകളെ ഇടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കമൻ്റ് ഇട്ട മോനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഹിന്ദു തന്നെയാണ്. എൻ്റെ പേര് അമലെന്നാണ് കേട്ടോ. ആ ഒരു ഹിന്ദു ആയിട്ടുള്ള ഞാൻ ഇത്രയും കാലമായിട്ട് 28 വയസ്സായി. ഈ 28 വയസ്സിൽ 28 വർഷമായിട്ടും എനിക്ക് ഒരിടത്തും, അല്ലെങ്കിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കൂട്ടിക്കോ, ഞാൻ ഈ പറയുന്ന ശശികല എന്ന് പറയുന്ന സാമാന്യത്തിനെ ഞങ്ങളുടെ ഹിന്ദുക്കളുടെ വലിയൊരു അട്ടിപ്പേർ അവകാശം പേർന്ന ഒരാളായിട്ടോ വലിയ രക്ഷാധികാരിയായിട്ടോ ഒന്നും ഞാൻ കണക്കിലെടുത്തിട്ട് പോലുമില്ല. എവിടെയോ കിടന്ന് കുരയ്ക്കുന്ന ഒരു പട്ടി എന്നുള്ളൊരു വില മാത്രമേ ഞാൻ അവർക്ക് കൊടുക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പൊങ്കാലിടാൻ വരുന്നതിന് മുമ്പ് ഓർക്കണം, ഞാനൊരു ഹിന്ദു തന്നെയാണ്. എന്നെപ്പോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഈ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വിപത്ത് നടക്കുമ്പോൾ, ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരിതം നടക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഈ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയെ കൊണ്ട് കഴിവുണ്ടോ? ഒരു കഴിവുമില്ലാതെ വന്നിരുന്നുകൊണ്ട് ഫേസ്ബുക്കിൽ വൈകുന്നേരം ആകുമ്പോൾ, രാത്രി ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുറച്ച് ഈ മതവിദ്വേഷം കൊണ്ട് തുപ്പും. വിഷം ചീന്തുക എന്നൊക്കെ പറയുന്നത്, വിഷം ചീറ്റുക എന്നൊക്കെ പറയുന്നത് പോലെ മതവിദ്വേഷവും ജാതീയതയും വർണ്ണവിവേചനങ്ങളും എല്ലാം അങ്ങോട്ട് തുപ്പും. അങ്ങനെ തുപ്പിക്കൊണ്ട് എത്തി നിൽക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ മുൻപിലാണ്. ഇവർ വിചാരിച്ചത് ഇവരുടെ അടുത്ത് ഇത് പറയുമ്പോൾ നാളെ തൊട്ട് ഇവർ പാടാൻ പോകുന്ന ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ ഇവർ പാടാൻ പോകുന്ന ഭജനകളിൽ ഈ ഹിന്ദു പാട്ടുകൾ മാത്രമേ പാടുകയുള്ളൂ, അല്ലാതെ വേറെ പാട്ടുകൾ പാടില്ല എന്നാണ്. എന്നാൽ നന്ദഗോവിന്ദം ഭജൻസ് കൃത്യമായിട്ട് തന്നെ മറുപടി ഈ പറയുന്ന വിഷകലയ്ക്ക് കൊടുക്കുകയുണ്ടായി. ഇത് നമ്മുടെ മണ്ണാണ്, നമ്മൾ ജനിച്ചു വളർന്ന മണ്ണാണ്. ഇവിടെ എന്ത് പാടണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ട്. അത് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള ധൈര്യവുമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ എന്തും പറയും, എന്തും ചെയ്യും, എന്തും പാടുമെന്നാണ് നന്ദഗോവിന്ദം ഭജൻസ് അടക്കം അല്ലെങ്കിൽ അവരുടെ എല്ലാ ആളുകളും വന്ന് പറഞ്ഞത്. എല്ലാ കലാകാരന്മാരും ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസിന് ഐക്യദാർഢ്യവുമായിട്ട് രംഗത്തേക്ക് വരികയുണ്ടായി. അതിൽ ഞാൻ കണ്ടൊരു പോസ്റ്റ്, അതായത് ശ്രീകുമാരൻ തമ്പി പറയുന്നൊരു കാര്യമാണ്, നന്ദഗോവിന്ദം ക്രിസ്തീയ ഭക്തിഗാനം പാടരുതെന്ന് പറയാൻ ആർക്കാണ് അവകാശം? സംഗീതത്തിൽ മതം കലർത്തുന്നത് എന്തിനെന്ന് ശ്രീകുമാരൻ തമ്പി. ഒരുപാട് കഴിവുള്ള, ഒരുപാട് എന്താ പറയുക, എല്ലാ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ശ്രീകുമാരൻ തമ്പി. ഈ ശ്രീകുമാരൻ തമ്പിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശശികലയൊന്നും അതിൻ്റെ 7 അയലത്ത് പോലും എത്തില്ല. വെറും മരവാഴയാണ് ശശികല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ പോലും ഈ രീതിയിൽ പറയുമ്പോൾ ശശികലയ്ക്ക് മാത്രം എന്തിനാണ് ഇത്ര കുരുപൊട്ടൽ? വേറെ ഒരാൾക്കുമില്ല കുരുപൊട്ടൽ. ഈ സംഘികളെ പറയിപ്പിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുറേ ആളുകളുണ്ട്. ഇത് സംഘികൾക്ക്, എല്ലാ ആളുകൾക്കും ഒരു ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. ഇവരടക്കമുള്ള കുറേ അധികം ആളുകൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് അഹോരാത്രം പണിയെടുക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് മെഴുകുന്നത്. അങ്ങനെ ഒരു പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അമ്പലങ്ങളിലും പോയി അങ്ങ് ഇരുന്നാൽ പോരെ, ഒരുമാതിരി അമ്പലം വിഴുങ്ങികളെ പോലെ. അല്ലാതെ എന്തിനാണ് ഈ സമൂഹത്തിൽ ഇത്രയും നല്ല രീതിയിൽ ആളുകൾ ജീവിച്ചു പോകുന്നിടത്ത് ഇങ്ങനെ വൃത്തികെട്ട വിദ്വേഷ പരാമർശങ്ങളുമായിട്ട് വരുന്നത്? വേടനൊരു പാട്ട് പാടിയപ്പോൾ വലിയ പ്രശ്നമായിരുന്നു ശശികല അടക്കമുള്ള ആളുകൾക്ക്. അത് വേടൻ്റെ ജാതിയായിരുന്നു പ്രശ്നം. ഇതിപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് ഒരു പാട്ട് പാടിയപ്പോൾ അവരുടെ മതമായി പ്രശ്നം, അല്ലെങ്കിൽ അവർ ആ ക്ഷേത്രത്തിൽ പാടിയതായി പ്രശ്നം. വേറെ ഒരാൾക്കും ഒരു പ്രശ്നമില്ല, ക്ഷേത്ര കമ്മിറ്റി അടക്കമുള്ള ഒരാൾക്കും ഒരു പ്രശ്നമില്ല. ശശികലയ്ക്കാണ് കുരു പൊട്ടിയിരിക്കുന്നത്. ഈ ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് സാമാനം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുമ്പിള്ളയുടെ ഈ കടി അങ്ങ് തീരും. ഈ കടി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വിദ്വേഷ പരാമർശമായിട്ടൊന്നും വരത്തില്ല. ഇവരൊന്നും ആരും നിലയ്ക്ക് നിർത്താനില്ല. കെട്ടിയവനൊന്നും കഴിവില്ലാന്ന് തോന്നുന്നു, അതായിരിക്കും. പിന്നെ വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടത്, അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു നേതാവ് ഈ പറയുന്ന ശശികലയ്ക്ക് ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞത്, ഒന്നാം തരം സദ്യ വിളമ്പി അറ്റത്ത് അല്പം നായകാഷ്ടം വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സദ്യ മുഴുവൻ നാറ്റിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവർ ഒറ്റ ആളിനെ കൊണ്ട് നാട് മുഴുവൻ നാറ്റിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലാണ് ആ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഞാൻ 24 ന്യൂസിലെ പുലിക്കുട്ടിയായിട്ടുള്ള ഹാഷ്മി, പലപ്പോഴും ഹാഷ്മിക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹാഷ്മി എടുത്ത നിലപാട്, അല്ലെങ്കിൽ ഹാഷ്മി കൊടുക്കുന്ന മറുപടി, അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അത് ശശികല കേൾക്കേണ്ട ഒരു മറുപടി തന്നെയാണ് കേട്ടോ, അല്ലെ ശശികല അനുകൂലിക്കുന്ന ആളുകൾ കേൾക്കേണ്ട ഒരു മറുപടി തന്നെയാണ്. കേട്ടു നോക്കാം. പാടിയൊരു പാട്ട് മനോഹരി രാധേ രാധേ കേട്ടു തുടങ്ങിയതാണ്. കേൾക്കുമെന്നല്ലാതെ പാട്ടിനെ പറ്റി കാര്യമായൊന്നും അറിയില്ലെങ്കിലും അസാധ്യമായ ഒത്തിണക്കത്തിൽ ഓറയിൽ അന്നേ അവരുടെ കട്ട ഫാനായതാണ്. നേരിട്ട് കേൾക്കാൻ ഇന്നേ വരെ കഴിഞ്ഞില്ലെങ്കിലും പ്ലേലിസ്റ്റിൽ നന്ദഗോവിന്ദം പാട്ടുകാർ കൂട്ടുകാരാണ്, എവർടൈം ഫേവറേറ്റ് ആണ്. അങ്ങനെ വർഷങ്ങൾ നീണ്ട തപസ്സയിൽ
കഷ്ടപ്പാടിൽ കഠിനാധ്വാനത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ കെട്ടിപ്പടുത്ത ഒരു ഗാന സാമ്രാജ്യം, ആ ബ്രാൻഡിനെ പൊളിച്ചു കളയാൻ വട്ടം കൂടി അതവറി ആമാശയത്തിൽ വെറുപ്പ് മാത്രം നിറച്ച കുറച്ച് മനുഷ്യവിരുദ്ധർ അവരുടെ അട്ടിപ്പേര് ഞങ്ങൾക്കെന്നാണ് വർഗീയം നാറുന്ന വർത്താനം. ആ ക്ഷേത്രത്തിന് പുറത്തൊരു പരിപാടിയിൽ ആ നാട് ചോരയിൽ പോറുന്ന സെക്യുലർ പൈതൃകത്തിൽ ട്രിബ്യൂട്ടായ ഒരു ക്രൈസ്തവ ഗാനം പാടിയതാണ് ഈ വേട്ടയ്ക്കുള്ള മഹാപരാധം. അങ്ങ് മാളം വിട്ടിറങ്ങിയിലെ മൂർഖനും വെള്ളിക്കെട്ടൊന്നുമല്ല, രാജവെമ്പാലയെ തോൽപ്പിക്കുന്ന വിഷപ്പാമ്പുകളുടെ ആർത്തുവളയാട്ടം പത്തിക്കടിച്ച് താഴ്ത്തണം. ദുഷ്ടലക്ഷ്യങ്ങളുടെ മുടിഞ്ഞ പടയാണ് അഗ്രസീവ് ലക്ഷ്യം, നാടിന്റെ സമാധാനത്തിന് വായ്ക്കരി. ആർജവത്തോടെ ക്ഷേത്ര കമ്മിറ്റി പറയുന്നുണ്ട്, ദേശവിളക്കിന് താലപ്പൊലിക്ക് ക്രൈസ്തവനും തിരിതെളിക്കുന്ന നാടാണ്, സ്നേഹമാണ് സൗഹാർദ്ദമാണ് ഞങ്ങളുടെ ജീവനാടി, അത് തകർത്തു പിടിക്കല്ലേ. എന്നിട്ട് മടങ്ങുന്നു വൃത്തികേടിന്റെ വായ്ത്താരികൾ. വർഗീയ പൂത്തിനും നേത്തവാഴ എന്ത് കമ്മ്യൂണൽ ഹാർമണി. ശാസ്താവിനെ പാടി ഓർക്കുന്ന ഹരിവരാസാൻ പാടിയവന്റെ മതമേതാണ് എന്ന് അത് കേട്ട സന്നിധാനത്ത് കൈകൂപ്പി ഹൃദയം നിറഞ്ഞ ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന ഒരു ഭക്തൻ സ്വപ്നത്തിൽ ആലോചിക്കുവോ? രാത്രി വെളുത്തപ്പോഴേക്ക് ആ വെടിപ്പുരത്തിയിൽ കുറച്ച് പാവങ്ങൾ ചിതറിപ്പോയ വേദനയിൽ നാട് വിറങ്ങലിച്ച് നിൽക്കുമ്പോഴാണ് ആദരം പോലും ഒപ്പിക്കാത്ത അവന്റെയൊക്കെ ഒരു നന്ദഗോവിന്ദം പാട്ടുവേട്ട. നീയൊക്കെ തടുക്കാമെങ്കിൽ തടുക്ക്. ആ പാട്ട് സംഘം ഇഷ്ടമുള്ള വേദികളിൽ ഇഷ്ടമുള്ള പാട്ട് പാടും. ആ ക്ഷേത്രാങ്കണങ്ങൾ നോമ്പു തുറപ്പിക്കുമ്പോൾ വേദിയാകും. ആ പള്ളിപ്പെരുന്നാളിന് പള്ളിക്കെട്ട് പാടും. പാളയപ്പള്ളിയുടെ ഗേറ്റുകൾ ആറ്റുകാൽക്കാലത്ത് ഇനിയും തുറക്കും. വെറുപ്പിന്റെ കൂട്ടങ്ങളെ ആ കാഴ്ച കണ്ണങ്ങ് വല്ലാത്ത പരവേശമെങ്കിൽ കിടക്കപ്പുറതി ഇല്ലെങ്കിൽ മഞ്ഞളും വേപ്പും തേക്കണം, മാറുന്നില്ലെങ്കിൽ ഗന്ധക രസായനം വിട്ടുമാറാത്ത വട്ടച്ചൊരുക്കി ബസ്റ്റാ. കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പൊന്ന് ഹാഷ്മി, ഒരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ്. കാരണം ഇങ്ങനെയുള്ള മതവിദ്വേഷം പരത്തിക്കൊണ്ട് നടക്കുന്ന, മതവിദ്വേഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന വിഷകലയെ പോലെയുള്ള നായിൻ്റെ മക്കൾക്ക് ഈ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം. വട്ടച്ചോറിക്ക് ഏറ്റവും ബെസ്റ്റ് മഞ്ഞളും വേപ്പിൻ്റെ ഇലയൊക്കെ അരച്ച് തേക്കുന്നതാണെന്നാണ് ഹാഷ്മി പറയുന്നത്. പാളയം പള്ളികൾ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞു, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന തിരുവനന്തപുരത്തിൻ്റെ വലിയൊരു മഹോത്സവത്തിൽ പാളയം പള്ളിയും അതേപോലെ തന്നെ ജുമാ മസ്ജിദും എല്ലാം അവരുടെ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കും. അവരുടെ നോമ്പ് സമയമാണെങ്കിലും അവർ ഒന്നും കഴിച്ചില്ല, ഒരു നേരത്തെ വെള്ളം പോലും ഉമിനീര് പോലും ഇറക്കുന്നില്ലെങ്കിലും അവരുടെ മുൻപിൽ വന്നിരുന്ന് പൊങ്കാലയിടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ വെള്ളം കൊടുക്കും, അവർക്ക് ആഹാരം കൊടുക്കും, അവർക്കൊരു തണലായിട്ട് തന്നെ അവർ നിൽക്കാറുണ്ട്. ഇങ്ങനെ ഒരു മതേതരായിട്ട് ആളുകൾ ജീവിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ദി റിയൽ കേരള സ്റ്റോറി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന മതേതരത്വം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്നത് കാണുമ്പോൾ കുരു പൊട്ടി ഒലിക്കുന്ന ഒരു കൂട്ടം സംഘികൾ, ആ സംഘികളുടെ ഒരു കൂട്ടം ആളുകൾ തന്നെ ഈ തോന്നിവാസങ്ങൾ കാണിക്കാനായിട്ട് മുൻപിലേക്ക് വരുമ്പോൾ ഇതിലെന്താണ് നമ്മൾ പറയുക അല്ലേ? തന്തയ്ക്ക് പുറക്കാഴുക എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ തോന്നുന്നുമില്ല. ഈ തോന്നിവാസങ്ങൾ നിലയ്ക്ക് നിർത്താനായിട്ട്, അല്ലെങ്കിൽ ചങ്ങലക്കിടാൻ, ഇവളെപ്പോലെയുള്ള വിഷകലയെ ചങ്ങലക്കിടാനായിട്ട് കഴിവുള്ള ആളുകളില്ലെങ്കിൽ ഇനിയും ഇവിടെ ഈ വിഷം തുപ്പിക്കൊണ്ടിരിക്കും. ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഞങ്ങൾ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് ഞാനായിട്ട് തന്നെ എടുത്ത് പറയുകയാണ്. അങ്ങനെ ഇല്ലാത്തയിടത്ത് ഒരു കാര്യമുണ്ട് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത ഒരു സംഭവത്തിനെ ഞാനിവിടെ ഉള്ളപ്പോൾ ഇത് വേണ്ട എന്ന് പറയാനായിട്ട് ഒരു രീതിയിലും ഒരു അധികാരവും ഇല്ലാത്ത, ഒരു അവകാശവും ഇല്ലാത്തൊരു വൃത്തികെട്ട സ്ത്രീ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഈ നാട്ടിലെ നല്ലൊരു ഹിന്ദുക്കൾ പോലും അത് ഒരു കാലത്തും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. എന്തായാലും ഈ വർഗീയ വിഷം തുപ്പുന്ന വിഷകലയുടെ പുതിയ വിഷം തുപ്പൽ, അല്ലെ വിഷം ചീറ്റൽ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെയൊക്കെ പിടിച്ചകത്തിട്ട് നല്ല ചൂരവടിക്ക് നല്ല പിട കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കടി തീരുമെന്നുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.